ഫിഫ വേൾഡ് കപ്പ് അതിന്റെ കലാശക്കൊട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ടൂർണമെന്റിന്റെ തുടക്കത്തിൽ കിരീട സാധ്യതാ ലിസ്റ്റിലുണ്ടായിരുന്ന പല പ്രമുഖ ടീമുകളും പാതി വഴിയിൽ വീണുപോയി. ഒടുവിൽ ആ മഹായുദ്ധത്തിന്റെ മൈതാനത്ത് മുഖാമുഖം വന്നിരിക്കുന്നത് തുല്യശക്തികളായ അർജന്റീനയും സ്പെയിനുമാണ്. ഇരു ടീമുകളും തമ്മിലുള്ള പോരാട്ടങ്ങൾക്ക് ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. ഇതുവരെ 14 തവണ ഏറ്റുമുട്ടിയപ്പോൾ ഇരു ടീമുകളും 6 വീതം ജയം നേടി സമനില പാലിക്കും. എന്നാൽ ലോകകപ്പ് വേദിയിൽ ഇവർ തമ്മിൽ കണ്ടുമുട്ടിയത് ഒരേ ഒരു തവണ മാത്രം, 1966. അന്ന് അർജന്റീന 2-1 വിജയിച്ചു. ഈ ചരിത്രത്തിന് ശേഷം 60 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു ഫൈനലിൽ അവരിതാ വീണ്ടും കൊമ്പുകോർക്കുന്നു. ഈ ഫൈനലിന്റെ ഏറ്റവും വലിയ ആകർഷണം ഇതാണ്. മെസ്സിയുടെ അനുഭവ സമ്പത്തും യമാലിന്റെ യുവത്വത്തിന്റെ ഊർജ്ജവും തമ്മിലാണ് മത്സരം. മെസ്സി കളിയിലെ ഓരോ നിമിഷത്തെയും നിയന്ത്രിക്കുമ്പോൾ, പന്ത് കാലിലെത്തുമ്പോൾ എതിരാളിയെ വിറപ്പിക്കുന്ന വേഗതയാണ് യമാലിനുള്ളത്. ഇരുവരും ബാർസലോണയുടെ അക്കാദമിയിലൂടെ വളർന്നവർ എന്ന പ്രത്യേകതയുമുണ്ട്. ഡെലാഫ്യൂൻഡയുടെ സ്പെയിൻ യുവ പ്രതിഭകളാൽ ശക്തരാണ്. മികച്ച പ്രതിരോധവും മികച്ച പാസിംഗ് സ്കില്ലും പൊസഷൻ ബോൾ ശൈലിയുമാണ് ഇവരുടെ ശക്തി. യുവതാരങ്ങളുടെ വേഗതയും ഇവരുടെ പ്ലസ് പോയിന്റാണ്. സ്പെയിനിന്റെ ഡിഫൻസീവ് ലൈന് ഭേദിച്ച് ബോക്സിനുള്ളിൽ കടക്കാൻ അർജന്റീന ഏറെ പ്രയാസപ്പെടുമെന്നതിൽ സംശയമില്ല. അവരുടെ ഫ്രാൻസുമായുള്ള മത്സരത്തിൽ ഒലീസയെയും എംബാപ്പയെയും ഡെംബലെയും അവർ കൃത്യമായി ലോക്ക് ചെയ്തത് നമ്മൾ കണ്ടതാണ്. എന്നാൽ മറുവശത്ത് അർജന്റീനയാണ്. ലയണൽ സ്കലോണിയാണ് അവരുടെ കോച്ച്. മത്സരത്തിന്റെ ഗതിക്കനുസരിച്ച് ടീമിനെ മാറ്റുന്നതിൽ സ്കലോണി കാണിക്കുന്ന ധൈര്യം മറ്റൊരു കോച്ചിലും നമുക്ക് കാണാൻ കഴിയില്ല. അവരുടെ ഓരോ വിജയത്തിന് പിന്നിലും അയാളുടെ ഇടപെടലുണ്ടായിരുന്നു. സിമിയോണിയെ വെച്ച് കളി തുടങ്ങിയതും ഡീപോളിനെയും മോണ്ടിയലിനെയും ലൗതാരെയും ഇറക്കിയ ടൈമിങ്ങും ഉദാഹരണമാണ്. പിന്നെ ലയണൽ മെസ്സി. എത്രയൊക്കെ പൂട്ടാൻ നോക്കിയാലും ആ പൂട്ട് പൊളിക്കാൻ കഴിവുള്ള മാന്ത്രികനാണ് അദ്ദേഹമെന്ന് ഇതിനോടകം തന്നെ നാം മനസ്സിലാക്കിയതാണ്. സ്പെയിനിന്റെ പൊസിഷൻ ഫുട്ബോളിനെ തകർക്കാൻ അർജന്റീന മധ്യനിരയിൽ കടുപ്പമേറിയ പ്രസിംഗ് ഗെയിം ആയിരിക്കും പുറത്തെടുക്കുക എന്നുറപ്പാണ്. ഡീപോളിനെയും എൻസോ ഫെർണാണ്ടസിനെയും ഉപയോഗിച്ച് സ്പെയിനിന്റെ മധ്യനിരയെ സഫോക്കേറ്റ് ചെയ്യുന്ന ശൈലിയായിരിക്കും അവർ സ്വീകരിക്കുക. കിട്ടുന്ന അവസരങ്ങളിൽ കഴിഞ്ഞ മത്സരത്തിലെ പോലെ നിക്കോളാസ് ഗോൺസാലസിനെ പോലെയുള്ള യുവതാരങ്ങളെ ഉപയോഗിച്ച് വിങ്ങിലൂടെ മുന്നോട്ട് പോയി ബോക്സിലേക്ക് പന്തെത്തിക്കാൻ കഴിഞ്ഞാലേ കാര്യങ്ങൾ എളുപ്പമാവും. റോഡ്രിയും കുക്കുറയും കുബാഴ്സിയും എല്ലാം അടങ്ങുന്ന ഡിഫൻസീവ് ലൈൻ ഭേദിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ലയണൽ മെസ്സി കാര്യങ്ങൾ ഏറ്റെടുക്കാറുള്ളത്. അൽവാരസിനെയോ മാർട്ടിനസിനെയോ മുന്നിലിട്ട് ബോക്സിലേക്ക് പന്തെത്തിക്കുന്ന ജോലി കൂടി അദ്ദേഹം സ്വയം ഏറ്റെടുക്കുന്നതാണ് കഴിഞ്ഞ മത്സരത്തിൽ നാം കണ്ടത്. എൻസോയും ലൗട്ടാരോയും ആൽവാരസുമെല്ലാം സ്കോറിംഗ് തുടങ്ങിയതും അർജന്റീനക്ക് ആത്മവിശ്വാസം കൂടിയിട്ടുണ്ടാവണം. മറുവശത്ത് യമാലിന്റെ മുന്നേറ്റങ്ങൾ തടയാൻ അർജന്റീന ഡിഫൻസും ഏറെ പണിപ്പെടേണ്ടി വരും. മോളിനെയും ടാഗ്ലിയാഫിക്കോയും ഒന്നും അത്ര മികച്ച ഫോമിലല്ല എന്നത് അർജന്റീനക്കൊരു വെല്ലുവിളി തന്നെയാണ്. ബോൾ പൊസിഷൻ കീപ്പ് ചെയ്തും ഹൈ പ്രസിംഗ് നടത്തിയും അർജന്റീനയെ മാക്സിമം തളർത്തുകയും അതിലൂടെ കിട്ടുന്ന അവസരം മുതലാക്കി ഗോൾ അടിക്കുക എന്നതാവും അവരുടെ പദ്ധതി. ചരിത്രവും കണക്കുകളും പരിശോധിച്ചാൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രവചനാതീതമായ പോരാട്ടം തന്നെയായിരിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ലോക ചാമ്പ്യന്മാർ? മെസ്സിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള അർജന്റീനയോ അതോ യുവതാരങ്ങളുടെ കരുത്തിൽ സ്പെയിനോ? താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പ്രവചനങ്ങൾ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.